ചോദ്യോത്തരവേള കഴിഞ്ഞ ഉടനെയാണ് പ്രതിപക്ഷ നേതാവ് വി.എസ്. അച്യുതാനന്ദൻ താൻ നൽകിയ സബ്മിഷൻ ലിസ്റ്റിൽ ചേർത്തിട്ടില്ലെന്ന് ചൂണ്ടിക്കാട്ടി എഴുന്നേറ്റത്. സബ്മിഷനുള്ള നോട്ടീസ് വൈകിയാണ് ലഭിച്ചതെന്ന് സ്പീക്കർ പറഞ്ഞു. വൈകിയാണെങ്കിലും സബ്മിഷന് മറുപടി പറയാമെന്നായി മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. എന്നാൽ അടിയന്തര പ്രാധാന്യമുള്ള വിഷയമായതിനാൽ തന്റെ സബ്മിഷൻ ആദ്യം അനുവദിക്കണമെന്നായി പ്രതിപക്ഷ നേതാവ്. അടിയന്തര പ്രാധാന്യമുള്ളതാണെങ്കിൽ എന്തുകൊണ്ട് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയില്ല എന്നായി സ്പീക്കർ. ഇതോടെ പ്രതിപക്ഷ നേതാവിനെ സംസാരിക്കാൻ അനുവദിച്ചില്ലെന്ന് പറഞ്ഞ് പ്രതിപക്ഷം സഭയിൽ ബഹളം തുടങ്ങി. ഉടനെ സ്പീക്കർ സഭ നിർത്തിവെച്ചു. അരമണിക്കൂറിന് ശേഷം വീണ്ടും സഭ ചേർന്നപ്പോൾ ശ്രദ്ധ ക്ഷണിക്കലിന് ശേഷം സബ്മിഷൻ അനുവദിക്കാമെന്ന് സ്പീക്കർ അറിയിച്ചു. പ്രതിപക്ഷം വഴങ്ങിയില്ല. പ്രതിപക്ഷ ബഹളത്തിനിടെ സഭ തുടർന്നു. മന്ത്രിയായ ഭർത്താവിനെതിരെ പരാതി നൽകാനായി എത്തിയ യാമിനി തങ്കച്ചിയെ മുഖ്യമന്ത്രി സമ്മർദ്ദം ചെലുത്തിയും ഗൂഢാലോചന നടത്തിയും പിന്തിരിപ്പിച്ചെന്നും ഇതിനായി ഔദ്യോഗിക വസതി ദുരുപയോഗം ചെയ്ത മുഖ്യമന്ത്രി രാജിവെക്കണം എന്നാവശ്യപ്പെട്ടാണ് വി.എസ്. സബ്മിഷന് നോട്ടീസ് നൽകിയത്. പരാതി നൽകാനെത്തിയ ഡോക്ടർ യാമിനിയെ പരാതി വാങ്ങാതെ തിരിച്ചയക്കുക മാത്രമല്ല ചെയ്തിരിക്കുന്നത്, പിന്നീട് ഒരിക്കലും പരാതി നൽകിയില്ലെന്ന് രേഖാമൂലം ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ യാമിനിയെ ക്ലിബ് ഹൗസിൽ വിളിച്ചു വരുത്തി മണിക്കൂറുകളോളം ചർച്ച നടത്തിയെന്ന് മുഖ്യമന്ത്രി തന്നെ സമ്മതിച്ചിരിക്കുകയാണ്. എന്നാൽ ചട്ടങ്ങൾ അട്ടിമറിക്കാനുള്ള ബോധപൂർവമായ ശ്രമമാണ് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായതെന്ന് മന്ത്രി കെ.സി. ജോസഫ് പിന്നീട് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. സബ്മിഷൻ അനുവദിക്കാമെന്ന് പറഞ്ഞിട്ടും അനാവശ്യമായി സഭ തടസ്സപ്പെടുത്തുകയായിരുന്നു. മാർക്സിസ്റ്റ് പാർട്ടിയിലെ അനൈക്യവും LDFിലെ ശൈഥില്യവുമാണ് സഭയിൽ പ്രകടമായതെന്നും കെ.സി. ജോസഫ് പറഞ്ഞു. റൂൾ 50 പ്രകാരം അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകുന്നതിന് പകരം റൂൾ 304 പ്രകാരം സബ്മിഷനാണ് നോട്ടീസ് നൽകിയത്. സഭാ ചട്ടപ്രകാരം തന്നെയാണ് ഇത് പരിഗണിച്ചതെന്നും കെ.സി. ജോസഫ് പറഞ്ഞു. റൂൾ 50 അനുസരിച്ച് അടിയന്തര പ്രമേയ നോട്ടീസ് കൊടുക്കണമായിരുന്നു. അവർ അപ്രകാരം നോട്ടീസ് കൊടുത്തില്ല. റൂൾ 304 അനുസരിച്ചാണ് പ്രതിപക്ഷ നേതാവ് ഈ വിഷയം സബ്മിഷനായി ഉന്നയിക്കാൻ നോട്ടീസ് കൊടുത്തത്. ഇതിന് വാർത്താ സമ്മേളനത്തിൽ വി.എസ്. നൽകിയ മറുപടി ഇങ്ങനെയായിരുന്നു. അടിയന്തര പ്രമേയത്തിന് അംഗീകാരം നൽകുകയും അത് തന്നെ ചർച്ച ചെയ്യുകയും ചെയ്തിരിക്കുന്ന സാഹചര്യത്തിൽ പ്രതിപക്ഷ നേതാവ് ഇങ്ങനെ ഒരു അവസരം ഉപയോഗിക്കുന്നത് ശരിയല്ല, അത് അനൗചിത്യമാണ്, അതുകൊണ്ട് ഡിസല്ലവ് ചെയ്യുന്നു എന്നും പറയാം. മീഡിയ 1 തിരുവനന്തപുരം.